നെറ്റി കൂടെ അങ്ങ് പൊട്ടി ഒഴുകുന്നു, രക്തം ബ്ലഡ് പൊട്ടി ഒഴുകുന്നു, കണ്ണിൽ കൂടെ 2 കണ്ണിൽ കൂടെ ഒഴുകുന്നു. പിന്നെ അവള് മുടിയും പിരുത്തിട്ട് എന്തൊക്കെയാണ് അവിടെ അഭ്യാസങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. എന്ത് പണി ചെയ്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. എല്ലാം പിന്നെ അങ്ങ് ആണും പെണ്ണും എല്ലാം അങ്ങ് പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കുകയായിരുന്നു. പൈസ ഇവിടുന്ന് പോകുമ്പോഴതെല്ലാം വിറ്റ് പറക്കി അവളെ കൈ അവള് മേടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ നമുക്ക് എന്താണെന്നുള്ളത് അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് നമ്മളങ്ങ് ധരിച്ചുപോയി. മന്ത്രവാദത്തിന്റെ പേരിൽ മടവൂർ സ്വദേശികളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തതായി പരാതി. ശ്രീകാര്യം പൗടിക്കോണം സ്വദേശി രമ്യക്കെതിരെയാണ് പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പരിചയക്കാരനായ മടവൂർ സ്വദേശിയുടെ വീട്ടിലെത്തി രമ്യ കുറച്ചു ദിവസം താമസിക്കുകയും സമീപത്തെ ആളുകളോട് താൻ മന്ത്രവാദിയാണെന്ന് പറഞ്ഞു ധരിപ്പിക്കുകയും ചെയ്തു. പരിസരവാസികളുടെ വീടുകളിൽ ദോഷങ്ങളുണ്ടെന്നും ദുർമരണങ്ങൾ സംഭവിക്കുമെന്നും അത് ഒഴിവാക്കുന്നതിനുള്ള മന്ത്രവാദങ്ങൾ നടത്തണമെന്നും അതിനുള്ള പണം സ്വരൂപിക്കണമെന്നും രമ്യ ആവശ്യപ്പെട്ടു. ഇതിൻ പ്രകാരം ഇവർ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ വിറ്റ് 1,83,000 രൂപയും കയ്യിലുണ്ടായിരുന്ന 10 പവന്റെ സ്വർണ്ണാഭരണങ്ങളും രമ്യയ്ക്ക് നൽകി. പണവും സ്വർണ്ണാഭരണങ്ങളും തിരികെ തരാമെന്ന് രമ്യ പറഞ്ഞിരുന്നെങ്കിലും പല തവണകളായി അവധി പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് പള്ളിക്കൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ആദ്യം എൻ്റെ മോളാണ് മരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ചേച്ചിയും മൂത്ത ചേട്ടനും മരിക്കുമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇവൾക്ക് പറഞ്ഞു ഇവിടെ നമുക്ക് ചെറിയൊരു പൂജയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല, അത് വെളിയിൽ പോയാൽ കൊടുങ്ങല്ലൂരും പിന്നെ പളനിയിലൊക്കെ പോയിട്ട് നമ്മൾ 3-4 ദിവസത്തിനകത്ത് വെച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ഏടി കുലിയെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളെ കൊണ്ട് വിപ്പിച്ച് ഈ സ്വർണ്ണം എല്ലാം നമ്മുടെ ശരീരത്തുണ്ടായിരുന്നു, കുറച്ചൊക്കെ പണയത്തിലായിരുന്നു. അതെല്ലാം കൊണ്ട് നമ്മളിവിടുന്ന് നാടുപടിയാണ് ചെയ്തത്. പോയിട്ട് ഒരു പളനിക്ക് മാത്രമേ നമ്മളെ കൊണ്ടുപോയുള്ളൂ. അവിടെ കൊടുങ്ങല്ലൂർ പോകണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കൊടുങ്ങല്ലൂർ കയറാതെ പളനിയെ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ ഇവിടെ ആറ്റാങ്കര പള്ളിയിൽ അവിടെ കൊണ്ടുവന്നു നമ്മളൊരു കെട്ടിടം പിന്നെ വാടക എടുത്ത് അവിടെ റൂം വാടക എടുത്ത് അവിടെ ഇരുന്ന് 1 മാസത്തോളം നമ്മൾ. കാരണം പട്ടിണിയായിരുന്നു അവിടെ സത്യം പറയാൻ. പൈസ ഇവിടുന്ന് പോകുമ്പോഴതെല്ലാം വിറ്റ് പറക്കി അവളെ കൈ അവള് മേടിക്കുകയായിരുന്നു ചെയ്തത്. മൊത്തം അവള് മേടിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ നമുക്ക് എന്താണെന്നുള്ളത് അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് നമ്മളങ്ങ് ധരിച്ചുപോയി. നമുക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് വഴക്കും കൂടി പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി വഴക്ക് പറഞ്ഞു വിട്ട് ഇനി ഇവിടെ വരാൻ പറ്റൂല, ഇവിടെ കിടക്കാക്കൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയതിന് ശേഷമാണ് ഇവള് വീണ്ടും 3ാമത് തിരിച്ച് കയറി വന്നാണ്. ഇവള് എന്ത് പണി ചെയ്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. എല്ലാം പിന്നെ അങ്ങ് ആണും പെണ്ണും എല്ലാം അങ്ങ് പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കുകയായിരുന്നു. നെറ്റി കൂടെ അങ്ങ് പൊട്ടി ഒഴുകുന്നു, രക്തം ബ്ലഡ് പൊട്ടി ഒഴുകുന്നു, കണ്ണിൽ കൂടെ 2 കണ്ണിൽ കൂടെ ഒഴുകുന്നു. പിന്നെ അവള് മുടിയും പിരുത്തിട്ട് എന്തൊക്കെയാണ് അവിടെ അഭ്യാസങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. പരാതി നൽകി ദിവസങ്ങളായിട്ടും പ്രതിയെ പോലീസ് പിടികൂടുന്നില്ല എന്നും ആശയമുണ്ട്. തമിഴ്നാട് ലൊക്കേഷനാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ആന്ധ്രാപ്രദേശ്. ഇങ്ങനെ ഓരോ വിളിക്കുമ്പോൾ അവർ ഇതാണ് കാണിക്കുന്നതെന്നാണ് നമ്മളടുത്ത് പറയുന്നത്. ഞങ്ങൾ എന്നിട്ട് സിയുടെ പറഞ്ഞ് ഇതേ കണക്ക് സാറേ അവൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട് സാർ, അത് അന്വേഷിക്കാത്തതാണ്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞ്, ഞങ്ങൾ അറിഞ്ഞില്ലല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവർ ഈ വർക്കല ഏരിയയിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഇത്രയും അടുത്ത് കിടന്നിട്ട് പോലും ഈ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്ന ദൂരത്ത് കിടന്നിട്ട് പോലും അവർ പിടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഭരതൃഷൻ, ആറ്റിങ്ങൽ.